Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. If vector r is equal to e raised to minus t into I plus e raised to t into j is the position vector of a particle. Find the velocity at t equals 0. ഇവിടെ വെലോസിറ്റി കണ്ടുപിടിക്കണം. പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. ഈ മെയ് 2024 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. അപ്പോൾ ഇവിടെ വെക്ടർ r എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ r is equal to e raised to minus t into I plus e raised to t into j. നമുക്ക് വെലോസിറ്റി ആണ് കാണേണ്ടത്. വെലോസിറ്റി കാണാനുള്ള ഫോർമുല എന്താണ്? വെലോസിറ്റി is equal to dr by dt എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വെക്ടർ പൊസിഷൻ വെക്ടറിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ടി. ഇവിടെ ഐയുടെ കമ്പോണന്റ് എന്താണ്? ഇ റേസ് ടു മൈനസ് ടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ജെയുടെ കമ്പോണന്റ് എന്താണ്? ഇ റേസ് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? വെലോസിറ്റി. അപ്പൊ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഐയുടെ കമ്പോണന്റ് ഇ റേസ് ടു മൈനസ് ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് ടി ഇൻടു ഈ മൈനസ് ടി ഡെറിവേറ്റീവ് എന്താണ്? മൈനസ്. അപ്പൊ ഇ റേസ് ടു മൈനസ് ടി ഇൻടു മൈനസ് 1 ഇൻടു ഐ പ്ലസ് ഇ റേസ് ടു ടി ഡിഫറൻഷിയേഷൻ എന്താണ്? ഇ റേസ് ടു ടി തന്നെ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? മൈനസ് ഇ റേസ് ടു മൈനസ് ടി ഇൻടു ഐ പ്ലസ് ഇ റേസ് ടു ടി ഇൻടു ജെ. ഇതാണ് നമുക്ക് കിട്ടുന്ന വെലോസിറ്റി. ഇനി വെലോസിറ്റി അറ്റ് ടൈം ടി ഈക്വൽ 0 കണ്ടുപിടിക്കണം. dr by dt വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടതാണ് v അറ്റ് എന്താണ്? അറ്റ് t ഈക്വൽ ടു 0. t ഈക്വൽ ടു 0 ഈ t ക്ക് 0 കൊടുക്കുമ്പോൾ e റേസ് ടു മൈനസ് 0 ഇൻടു i പ്ലസ് e റേസ് ടു 0 ഇൻടു j. ഇതിന്റെ വാല്യൂ എന്താണ്? ഇവിടെ ഒരു മൈനസ് ഉണ്ട്. e റേസ് ടു മൈനസ് 0 നമ്മൾ 1 ആണ്. മൈനസ് i പ്ലസ് j. നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്താണ്? മൈനസ് i പ്ലസ് j. ഇപ്പൊ വെലോസിറ്റി at t equal to 0 at time t equal to 0 നമുക്ക് കിട്ടുന്ന ആൻസർ മൈനസ് i പ്ലസ് j എന്നാണ്. ഇപ്പൊ നമ്മൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്തത്? വെക്ടർ r നമുക്ക് തന്നിരിക്കുന്നു, അതിന്റെ പൊസിഷൻ വെക്ടർ ആണ്. അതിന്റെ വെലോസിറ്റി കാണാനായിട്ട് എന്താ ചെയ്യുക? അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു t വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും. വിത്ത് റെസ്പെക്ട് ടു t വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഐയുടെ കമ്പോണന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ജെയുടെ കമ്പോണന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇവിടെ ഐയുടെ കമ്പോണന്റ് എന്താണ്? ഇ റേസ് ടു മൈനസ് ടി. അതുപോലെ ജെയുടെ കമ്പോണന്റ് എന്താണ്? ജെയുടെ കമ്പോണന്റ് ഇ റേസ് ടു ടി. അതിനെ രണ്ടിനെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഐയുടെ കമ്പോണന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് ടി ഇൻടു മൈനസ് 1. ഈ മൈനസ് 1 എഴുതാൻ മറന്നു പോകരുത്. പ്ലസ് ഇ റേസ് ടു ടി ഇൻടു ജെ. ദാറ്റ് ഈസ് മൈനസ് ഇ റേസ് ടു മൈനസ് ടി ഇൻടു ഐ പ്ലസ് ഇ റേസ് ടു ടി ഇൻടു ജെ. അതാണ് നമുക്ക് കിട്ടുന്ന വെലോസിറ്റി. ഇനി ടി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇ റേസ് ടു മൈനസ് 0 ഇ റേസ് 0. ഇതെന്താണ്? 1. ഇതെന്താണ്? 1. അപ്പൊ മൈനസ് ഐ പ്ലസ് ജെ. ഇതെന്ത് ചോദിച്ചതാണ്? ഈ മെയ് 2024 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. Second question, finds a unit vector. Find a unit vector in the direction. In the direction. In the direction in which. Find a unit vector in the direction in which f of xy is equal to 4x cubed y. f of xy എന്താണ്? 4x cubed y increases most rapidly at p എന്നുള്ള പോയിന്റ് എന്താണ്? p minus 1 1 and find the rate of change of f. Rate of change of f at p in that direction. എന്ന് ചോദിച്ചതാണ് മെയ് 2024 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്?
find a unit vector കണ്ടുപിടിക്കണം. Unit vector in the direction in which f of x is equal to 4x cubed y increases most rapidly at p minus 1 and also find rate of change of f at p in that direction. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനില് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം, increases most rapidly. ഇത് മെയ് 2024 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അപ്പോ ഇവിടെ f increases, f എന്നുള്ള ഫംഗ്ഷൻ f increases most rapidly, നോട്ട് ചെയ്യേണ്ട വാക്കാണ് most rapidly in the direction of, in the direction of del f at p. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ most rapidly increases most rapidly in the direction, അങ്ങനെ വന്നു കഴിഞ്ഞാൽ യൂണിറ്റ് വെക്ടർ കാണാനുള്ള ഫോർമുല യൂണിറ്റ് വെക്ടർ u, യൂണിറ്റ് വെക്ടർ in that direction is equal to എന്താണത് del f grade f divided by modulus of grade f. ഇതാണ് del f divided by modulus of f. del f divided by modulus of f. അപ്പോൾ ഇവിടെ ആ most rapidly എന്നുള്ള വാക്ക് പ്രധാനപ്പെട്ടതാണ്. increases most rapidly. increasesന് പകരം decreases എന്നാണെങ്കിലോ decreases most rapidly എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, യൂണിറ്റ് വെക്ടർ ഇൻ ദാറ്റ് ഡയറക്ഷൻ എന്നുള്ളത് മൈനസ് എടുക്കണം. ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് ആണ്. ഡിക്രീസസ് ആണെങ്കിൽ ഇവിടെ മൈനസ് കൊടുക്കണം. ഈ ഒരു ക്വസ്റ്റ്യനില് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ആ വാക്ക് അണ്ടർലൈൻ ചെയ്യാം. ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്നുള്ള വാക്കായതുകൊണ്ട് നമ്മൾ എന്ത് യൂണിറ്റ് വെക്ടർ കാണാനുള്ള ഫോർമുല എന്താണ്, del f divided by modulus of f. del f divided by modulus of f. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്നാണെങ്കിലോ മൈനസ് del f divided by modulus of del f എടുക്കും. അപ്പൊ del f ഇവിടെ നമുക്ക് del f divided by modulus of del f. ഇനി ആദ്യം നമുക്ക് del f കണ്ടുപിടിക്കാം. എന്താണ് del f? del f എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രേഡ് f ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, I into dou by dou f by dou x plus j into dou f by dou y. അപ്പൊ I into dou f by dou x എന്ന് പറഞ്ഞാൽ dou by dou x of 4x cubed y plus j into dou by dou y of 4x cubed y. ഇവിടെ നമ്മൾ I into ഈ 4x cubed y നെ x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, 4 12x square y 12x square y plus j into dou by dou y of 4x cubed y എന്താ കിട്ടുന്നത്, 4x cubed. അപ്പോൾ നമുക്ക് del f ന്റെ വാല്യൂ എത്ര കിട്ടി, del f is equal to 12x square y I plus 4x cubed ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, del f at -1 ഈ x നും y ക്കും നമ്മൾ x ന് -1 കൊടുക്കണം, y ക്ക് 1 കൊടുക്കണം. x ന് -1 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, 12 into 1, y ക്ക് 1 കൊടുക്കുമ്പോൾ അപ്പോൾ 12y ഫസ്റ്റ് ടൈം 12y. ഇനി ഇവിടെ x ന് നമ്മൾ -1 കൊടുക്കുമ്പോൾ ഇത് -4 ആവും, -4j. del f എത്ര കിട്ടി, 12y - 4j കിട്ടി. 12y - 4j. therefore യൂണിറ്റ് നമ്മുടെ യൂണിറ്റ് വെക്ടർ ഇൻ ദാറ്റ് ഡയറക്ഷൻ del f എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയത്, 12y - 4j. ഇവിടെ മോഡുലസ് ഓഫ് del f കണ്ടുപിടിക്കുക. എന്താണ് മോഡുലസ് ഓഫ് del f? മോഡുലസ് ഓഫ് del f എന്ന് പറഞ്ഞാൽ root of 12 square 144 plus 4 square 60. അപ്പൊ എത്ര കിട്ടും, 160. അപ്പൊ നമുക്ക് ഇതിന്റെ ഡിവൈഡഡ് ബൈ √160. അപ്പൊ യൂണിറ്റ് വെക്ടർ u in that direction, യൂണിറ്റ് വെക്ടർ in that direction is equal to എന്താണ് കിട്ടുന്നത്, 12y - 4j divided by √160. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ കഴിഞ്ഞു. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാനായിട്ട്
നമ്മൾ ഉപയോഗിച്ച ഫോർമുല ഇവിടെ ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്ന് പറഞ്ഞു, ഇൻക്രീസസ് എന്ന് പറഞ്ഞതുകൊണ്ട് del f divided by modulus of del f. del f കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടിയേ? del f കണ്ടുപിടിച്ച് ആ പോയിന്റ് -1 കൊടുത്തപ്പോ നമുക്ക് കിട്ടിയ ആൻസർ 12y - 4 ചെയ്യാണ്. അതിന്റെ മോഡുലസ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? √160 ആണ്. അപ്പോ ഇതിന്റെ ആൻസർ എന്താണ്? 12y - 4 divided by √160. ഇതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് f at p in that direction. Rate of change of p at that direction എന്താണ്? Rate of change of f at p in that direction എന്താണത്? In that direction is equal to modulus of del f. Modulus of del f എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് കിട്ടണേ? Modulus of del f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √160. Modulus of del f, that is √160. √160. അപ്പൊ രണ്ടാമത്തെ ആൻസർ. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഫോർമുല ഗ്രേഡ് f ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഗ്രേഡ് f. del f കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? I into dou by dou x plus j into dou f by dou y. മോഡുലസ് ഓഫ് del f കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്തു? റൂട്ട് ഓഫ്, കാരണം വെക്ടർ r is equal to xi plus yj ആണ് എങ്കിൽ മോഡുലസ് ഓഫ് വെക്ടർ r കാണാനുള്ള ഫോർമുല എന്താണ്? x square plus y square. റൂട്ട് ഓഫ് x square plus y square. അപ്പൊ ഇവിടെ നമ്മള് അതേപോലെ തന്നെ 12y - 4j യുടെ മോഡുലസ് കാണാനായിട്ട് 12 ന്റെ സ്ക്വയർ 144, 4 ന്റെ സ്ക്വയർ 16. അപ്പൊ 144 plus 16 നമുക്ക് എത്ര കിട്ടും? √160. അപ്പൊ √160. അപ്പൊ മോഡുലസ് ഓഫ് del f എന്താണ്? √160. അപ്പൊ നമ്മള് യൂണിറ്റ് വെക്ടർ u in that direction is equal to 12y - 4j by √160. ഒരു ആൻസർ. രണ്ടാമത്തെ ആൻസർ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് f at p in that direction. ആൻസർ എന്താണ്? ആൻസർ √160. del f ന്റെ മോഡുലസ് എഴുതി വെച്ചാൽ മതി. del f ന്റെ മോഡുലസ് ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് f p in that direction. അതെന്താണ്? √160. അപ്പൊ രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണ്? ആ മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ആവുമ്പോ നമ്മൾ പ്ലസ് എടുക്കണം. അല്ലാതെ ഇൻക്രീസസ് ഡിക്രീസസ് എന്നാണ് ചോദിക്കണമെങ്കിൽ ഈ del f ന് പകരം -del f അത്രേ. അങ്ങനെ നമുക്ക് ഇതിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റി. എന്ത് ചോദിച്ചതാണ്? ഈ മെയ് 2024, ഈ കഴിഞ്ഞ മെയ് 2024 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.